ഞാൻ ഡേ ഇൻ മൈ ലൈഫ് കുറേ ആയി ഇടണമെന്ന് വിചാരിക്കുന്നത്. എന്തെല്ലോ കുറേ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ലേറ്റായി പോയിനു. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ പ്ലാൻ ചെയ്തെടുത്തതൊന്നുമല്ല. രാവിലെ എണീച്ചപ്പോൾ വിചാരിച്ചു നോക്കി ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഇടാന്ന്. നിങ്ങൾ ആ ജനൽ കണ്ടാ? ആ ജനൽ ശരിക്കും ഇന്നലെ രാത്രി അടച്ചിട്ടില്ലായിരുന്നു. എന്തോ ആ സൈഡിൽ നിന്ന് നല്ല തണുപ്പ് വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു എന്താ സ്ഥിരമില്ലാത്തൊരു തണുപ്പാണല്ലോ. രാവിലെ എണീച്ച് നോക്കിയപ്പോൾ അതിന്റെ കാര്യം മനസ്സിലായത്. എനിവേസ് പ്രാഥമിക പണികളെല്ലാം കഴിഞ്ഞ് ഞാൻ കിച്ചണിലോട്ടേക്ക് കയറി. രാവിലെ ഫസ്റ്റ് തന്നെ ഞാൻ തൈറോയ്ഡ് ടാബ്ലറ്റാണ് കഴിക്കുക. എനിക്കൊരു 3-4 ഇയേഴ്സ് ആയി തൈറോയിഡിന്റെ പ്രശ്നം തുടങ്ങിയിട്ട്. ഞങ്ങൾക്കിപ്പം വെയിറ്റ് ലോസ്, ഹെയർ ഫോള്, ആങ്സൈറ്റി, പാനിക് അറ്റാക്സ്, ഡിപ്രഷൻ അങ്ങനത്തെ ഒക്കെ മൂഡ് സ്വിങ്സ് അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തൈറോയ്ഡ് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചൂട് നെയ്പ്പത്തിലും ബീഫ് സ്റ്റ്യൂ ആയിരുന്നു. എവറിത്തിങ് മെയ്ഡ് ബൈ ഉമ്മ. ഞാനും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആക്കലുണ്ട്, പക്ഷെ എപ്പെങ്കിലും എനിക്ക് മൂഡ് വരുമ്പോൾ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. നിങ്ങൾ ഈ ടേബിൾ കണ്ടിട്ടൊന്നും വിചാരിക്കരുത്. എൻ്റെ സിസ്റ്ററിന് നെക്സ്റ്റ് വീക്ക് എക്സാമാണ്. അതിൻ്റെ യുദ്ധക്കളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇവിടെ സ്റ്റഡി ടേബിളും സ്റ്റഡി ഏരിയയിലും ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്തായിരിക്കും നമ്മൾ പഠിക്കാനിരിക്കുക. ഈ ടേബിൾ ഉണ്ടോ? ഇതാണ് ശരിക്കുള്ള സ്റ്റഡി ടേബിൾ. ഇത് കുറേ നാളായി ഒന്ന് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മേക്ക് ഓവർ കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നെന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നില്ലേ, അപ്പം അതും കാണിച്ചേക്കാന്ന് വിചാരിച്ച്. ആരും ഇതെൻ്റെ ബുക്കാന്ന് വിചാരിക്കണ്ട. ഇതെല്ലാം എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ സാധനങ്ങളാണ്. എനിക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ, അല്ലെങ്കിൽ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് മാറ്റം വരുത്താനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അത് പിന്നെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും. ഞാൻ അങ്ങനെ ഇവിടെ വീട്ടിൽ ചെറിയ ചെറിയ പണികൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം മേ ബി നെക്സ്റ്റ് ടൈം ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ സാധനം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. ഇതെനിക്ക് തോന്നുന്നു ശരിക്കും ടൈൽസിലും ചുമരിലൊക്കെ ഒട്ടിക്കേണ്ട സാധനമാണെന്ന് തോന്നുന്നത്. ഞാൻ ടേബിളിൽ ഒട്ടിച്ചിട്ട് അത് മര്യാദയ്ക്ക് സ്റ്റിക്കാവുന്നുണ്ടായിട്ടില്ല. ഭയങ്കര വൃത്തിയിലൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, അത് ആ സൈഡൊന്നും മര്യാദയ്ക്ക് സ്റ്റിക്ക് ആവുന്നുണ്ടായിട്ടില്ല. മേ ബി ആ ടേബിളിൽ ഒട്ടിച്ചതിൻ്റെ പ്രശ്നമായിരിക്കാം. എനിവേസ് ഞാൻ പറ്റുന്ന പോലെ തട്ടിക്കൂട്ടി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ആദ്യമുള്ള സാധനം ഇതേപോലെ തന്നെ എടുത്തു വെച്ചു. പിന്നെ ഈ ഒട്ടിച്ച സാധനം എത്ര നാൾ നീണ്ടു നിൽക്കുമെന്ന് എനിക്കറിയില്ല. മേ ബി പിറ്റേ ദിവസം തന്നെ ഇളകി വരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. പിന്നെ ആ പെൻ ഹോൾഡർ ഉണ്ട്, അത് ശരിക്കും കപ്പാണ്. ഞാൻ പണ്ട് പെയിന്റ് ചെയ്യലുണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് ഞാൻ പെയിന്റ് ചെയ്ത് അങ്ങനെ ആക്കിയതാണ്. എനിക്കെന്തോ അത് നല്ല ഇഷ്ടമാണ്. പിന്നെ ആ പണിയിൽ കഴിഞ്ഞ് ഉമ്മാൻ്റെ കൂടെ ഒന്ന് പുറത്തു പോകാനുണ്ടായിരുന്നു. ഒരു പുതിയ പള്ളി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എന്തോ പ്രോഗ്രാമെല്ലാം ആയിട്ട്. നിങ്ങൾ എന്നെ പോലെ ലൈസൻസ് എടുത്തിട്ട് ഡ്രൈവ് ചെയ്യാത്ത ആളാണോ? ഞാൻ ഭയങ്കര പാസഞ്ചർ പ്രിൻസസ്സാണ്. ഡ്രൈവ് ചെയ്യാൻ അറിയായിട്ടൊന്നല്ല, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല ഡ്രൈവ് ചെയ്യാൻ. അങ്ങനെ നമ്മൾ പള്ളിയിലെത്തി. ഇതിപ്പോൾ ഓപ്പൺ ആയിട്ട് ആകെ അത്ര ദിവസമേ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമായ സ്ഥലമാണ് ഈ കുളം. നല്ല വൈബുള്ള സ്ഥലമായിരുന്നു അത്. അങ്ങനെ സ്പീച്ചെല്ലാം കേട്ട് ചോറും വാങ്ങി നമ്മൾ വീട്ടിലേക്ക് പോയി. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.